ആഭ്യന്തരമന്ത്രി IG വിളിച്ചിരുന്നു. അന്വേഷണം എവിടം വരെ ആയി എന്നറിയാൻ. നമ്മുടെ ഈ പെരേരയും സുകുമാരക്കുറുപ്പും വീരപ്പനും ഒക്കെ ഒരേ ബ്ലഡ് ഗ്രൂപ്പുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഛേ, ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ടന്മാര് തന്നെയാണ്, അല്ലേ സാറേ? ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം. എന്താ സ്വാമി? പെരേരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി. എന്നൊരു വാർത്ത സാറിന്റെ നാക്കിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കണ്ട. ആളെ കിട്ടുമ്പോ ഞങ്ങൾ സ്വാമി വിവരം അറിയിക്കാം. വീട്ടിലിരുന്നിട്ട് മനസമാധാനം കിട്ടണില്ല. മാനേജിംഗ് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം സ്വാമി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി 7 ദിവസം ഭജന ഇരുന്ന മനസ്സിന് സമാധാനം കിട്ടും, വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. സ്വാമി തൽക്കാലം ചെല്ലേ. കേസ് അന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം. കൊടുക്ക്. ഒരു ചെറിയ കൈക്കൂലി 250 എടുത്തോണം. സോറി സർ, ഇവിടെ പറഞ്ഞതാ സർ. സർ ഓക്കെ സർ. ആരാ സർ? IG മഹാരാഷ്ട്രയിൽ നിന്ന് സീനിയർ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ! May I come in? Yes. I am Vishwanath, Superintendent of Police, Bombay. ശ്രീകണ്ഠൻ നായർ, പ്ലീസ്. Thank you. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം? ഓ, മലയാളിയാണല്ലേ? Yes. സോറി ഫോർ ഇന്ററപ്ഷൻ. പ്ലീസ് ക്യാരി ഓൺ. പെരേരയുടെ വേറബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. Carry on. ആ, പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. ബൈ ദ ബൈ, ഈ പെരേരെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ആലം ആൻഡ് അലോയ്ഡ് കമ്പനി മാനേജർ ഒരു അനന്തകൃഷ്ണസ്വാമിക്കും പിന്നെ എനിക്കും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. Okay then, I will make a move. One important thing. പെരേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താലുടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Because he is the most wanted criminal in Bombay city. വളരെ സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പെരേരെ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും വരും. കേരള പോലീസ് വാചകത്തിലല്ല, പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വെല്ലുവിളിയാണോ? അങ്ങനെ കരുതിയാലും വിരോധമില്ല. Then I am accepting your challenge. You are welcome. So, ഇന്നു മുതൽ ഞാനല്ല പെരേര, അവനാണ്. അവൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രാപ്പ് ചെയ്യണം. അവനെ കൈ കിട്ടുന്നോണ്ട് നമുക്കെന്ത് പ്രയോജനമെന്ന് പെരേര സാബ് പറഞ്ഞില്ല. ദിമാഗ് ചാഹിയേ, ദിമാഗ്, ബുദ്ധി, ഇന്റലിജൻസ്. മഹാരാഷ്ട്ര പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള 74 കേസുകളിൽ 1-ാം പ്രതിയാണ് ഞാൻ, അല്ലെ? അതെ. മഹാരാഷ്ട്ര പോലീസിന്റെ റെക്കോർഡ്സ് പ്രകാരം ഞാനിപ്പോ കേരളത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പോലീസിന്റെ റെക്കോർഡ്സിൽ പെരേര ഞാനല്ല, വേറൊരു സാധുവാണ്. എന്നെ ട്രേസ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് കേരള പോലീസിന്റെ സഹായം തേടാതിരിക്കില്ല. സോ ഇവിടുത്തെ സാധു പെരേരയെ നമ്മൾ
തപ്പിയെടുത്ത് തട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എന്ത് വിചാരിക്കും? സാബു മരിച്ചു. കറക്റ്റ്. അതോടെ എന്റെ പേരിലുള്ള കേസ് ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. വേറൊരു പുതിയ രൂപത്തിൽ, വേഷത്തിൽ, പേരിൽ ഞാൻ വീണ്ടും നമ്മുടെ പണി തുടരുന്നു. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. എപ്പടി? സാബ് ഒരു ജീനിയസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ സാബായതും നിങ്ങളെല്ലാം എന്റെ ശിങ്കിടികളായതും. ഓക്കേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സർ, ഓപ്പറേഷന് വേണ്ടി ഞാൻ കരുതിയിരുന്ന പണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയരുത് സർ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ. എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇനി ഒരു പെയിൻ വന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഒടുവിൽ ഒരു കോമാ സ്റ്റേജിൽ ജീവിതാവസാനം വരെ. പ്ലീസ് സർ, ഞാൻ നോക്കിയിട്ട് കാശിന് ഒരു മാർഗവും കാണാഞ്ഞിട്ടാ. കാശിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജറിനോട് പറഞ്ഞാൽ മതി. അവർ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ എന്റെ ഫീസ് വേണ്ടെന്ന് വെക്കാം. അതിലുപരി എനിക്ക് സാറിനി അടുത്തെന്നാണ് വരുന്നത്? നെക്സ്റ്റ് 12th. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാം സാർ. നിങ്ങൾ എത്ര പേരുണ്ട്? എടീ, നിന്റെ ഊമക്കളൊന്നും ഞങ്ങളോട് വേണ്ട. ഇതിനേക്കാളും വലിയ ഊമക്കളിക്കാരെ കൊണ്ട് ഞങ്ങളെ സത്യം പറയിച്ചിട്ടുണ്ട്. പറയടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് പറയത്തില്ല സാറേ. കുറച്ചു നേരം എനിക്ക് വിട്ടു തന്നാ ഞാൻ പറയിപ്പിക്കാൻ സത്യം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിടെയാരും നിങ്ങളുടെ ഒളിത്താവളം? പറയാ. പറയാ. പറയണേ. നിർത്ത് സാർ. എല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ഈ പാവം ചത്തുപോകും. പിന്നെ കിട്ടാനുള്ള വിവരം പോലും കിട്ടില്ല. താൻ ഉത്തരവൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അണ്ടർവേൾഡ് ഗാങ്ങിലെ മെമ്പറാണ് ഇവൾ. ബെൽറ്റ് ബോംബ് വെച്ച് ആരെയെങ്കിലും കൊല്ലാൻ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിരിക്കലെന്ന് ആര് കണ്ടു? ഹോ, ഈ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നമുക്ക് ഇവള് കിടന്ന ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. ദയവ് ചെയ്ത് തൽക്കാലം ഈ ടോർച്ചറിംഗ് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? എന്താ ചെയ്തലിക്കത്? നീയോ? പതുക്കെ. അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തലിക്ക ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. ഇന്റെ കെട്ടിയാലും കുട്ടികളും അവരെ വീട്ടിലാക്കിയിരിക്കുകയാണ് ഞാൻ. ചെയ്തലിക്ക ഞാൻ പറഞ്ഞു. മതിയടാ, കണ്ണു ചോരില്ലാത്ത പണിയല്ലേ നീ ചെയ്ത്. മര്യാദയ്ക്ക് അവന്റെ പണം കൊണ്ടുപോയിക്കോട്ടെ. അല്ലെങ്കിൽ ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ. ആ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്.
അതെ ആ നടന്നതല്ല ഞാൻ പറയാം.